സതീശ മേനോൻ മുഖ്യമന്ത്രി അദാനിയുമായി രഹസ്യ ഡീലുണ്ടാക്കി. നൈസായിട്ട് വിഴിഞ്ഞം പോർട്ട് അദാനിക്ക് വിൽക്കാൻ പോകുന്നു എന്ന് പലതവണ പറഞ്ഞിട്ടും ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല. തുറമുഖം മുഖ്യമന്ത്രി ഏറ്റെടുത്തതു മുതൽ അന്തരീക്ഷത്തിൽ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിലും വലിയ കാര്യം, തിരഞ്ഞെടുപ്പ് വിജയസാധ്യത മുന്നിൽ നിൽക്കെ വിജയിക്കുന്നതിന് മുമ്പ് തന്നെ അദാനി ഗ്രൂപ്പുമായിട്ട് സതീശൻ പ്രൈവറ്റ് ജെറ്റിൽ പോയി കൂടിക്കാഴ്ച നടത്തിയതും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ലാതെയായി മാറി. എന്തായാലും ശരി, വിഴിഞ്ഞം പോർട്ടടക്കം അദാനിക്ക് മുന്നിൽ സമർപ്പിച്ച സതീശ മേനോൻ മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പിനെ പൊളിച്ചടുക്കി കൈ കൊടുക്കുന്നുണ്ട് റിപ്പോർട്ടർ ടിവിയുടെ ഉടമയായ ആൻഡ്രൂ അഗസ്റ്റിൻ. കഴിഞ്ഞ ദിവസത്തെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ കൃത്യവും വ്യക്തവുമായി ആൻഡ്രൂ അഗസ്റ്റിൻ സതീശ മേനോൻ മുഖ്യമന്ത്രിയുടെ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ഇടപാടുകളെ, നടപടികളെ കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റേത് മാത്രമെന്ന അഹങ്കാരം കൊണ്ട് ഓരോ കാര്യങ്ങളും, അത് വിഴിഞ്ഞം പോർട്ടടക്കം ഇപ്പോൾ പ്രൈവറ്റ് മേഖലകൾക്ക് മുന്നിലേക്ക് അടിയറവ് വച്ചിട്ട് എന്ത് ലാഭമാണ് സതീശ മേനോൻ മുഖ്യമന്ത്രി ഉണ്ടാക്കുന്നതെന്നുള്ള ചോദ്യം മാത്രം ബാക്കിയാവുകയാണ്. പക്ഷേ ഇതിനെതിരെ സംസാരിക്കുവാൻ കേരളത്തിലെ പല മുൻനിര മാധ്യമങ്ങളും തയ്യാറാകുന്നില്ല എന്നതും ഒരു വാസ്തവമാണ്. എന്തായാലും ശരി, അദാനി ഗ്രൂപ്പുമായി കൂടിക്കാഴ്ച നടത്തുവാൻ മുഖ്യമന്ത്രി നടത്തിയ പ്രൈവറ്റ് ജെറ്റ് യാത്രയെക്കുറിച്ച് പോലും ചോദ്യങ്ങൾ ഉന്നയിക്കാത്ത ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ടർ ടിവിയിലെ ആൻഡ്രൂ അഗസ്റ്റിൻ സതീശ മേനോൻ മുഖ്യമന്ത്രിയും അദാനി ഗ്രൂപ്പുമായിട്ടുള്ള ഡീലുകളെ പൊളിച്ചടുക്കിയ ഈ വാക്കുകൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഉറപ്പായും കേട്ടിരിക്കേണ്ട വാക്കുകൾ തന്നെയാണ്. കാരണം സതീശ തമ്പ്രാൻ ഇരട്ടത്താപ്പിലൂടെ നടപ്പിലാക്കുന്ന അദാനി ഡീലുകളെ പൊളിച്ചടുക്കുന്ന വാക്കുകളാണവ. സാറേ, ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ആരും അറിയാതെയാണ് ഇങ്ങനെ ഒരു വലിയ ഡീൽ നടന്നത് എന്നുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ ഭാവി സ്വപ്നമായിട്ട് നമ്മൾ കാണുന്ന സംവിധാനമാണ് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്. അവിടെ അദാനി ഇൻവെസ്റ്റ് ചെയ്ത സമയം തുടങ്ങി ഇതിൻ്റെ അകത്ത് ഇതിലെല്ലാം ദുരൂഹതയുണ്ട് എന്ന് കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ജനങ്ങളും പൂർണ്ണമായി വിശ്വസിച്ചതാണ്. കാരണം എന്താണ്? കേരളത്തിലെ അതിൻ്റെ 61% സർക്കാർ മുടക്കുന്നു. എത്രയാണ്? 5882 കോടിയോ 5445 കോടി രൂപ സർക്കാർ മുടക്കുന്നു. 2800 സംതിങ് കോടി രൂപ മാത്രമേ അദാനി മുടക്കുന്നുള്ളൂ. മുടക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? മുടക്കിയിട്ട് അത് ആർക്ക് നടത്താൻ കൊടുക്കുന്നു? അദാനിക്ക് 60 വർഷത്തേക്ക് നടത്താൻ കൊടുക്കുന്നു. 335 ഏക്കർ സ്ഥലം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വിഴിഞ്ഞത്ത് 335 ഏക്കർ സ്ഥലം അദാനിക്ക് 60 വർഷത്തേക്ക് ലീസിന് കൊടുക്കുന്നു. നിങ്ങൾ ഒരേക്കർ സ്ഥലം ലീസിന് കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപ കിട്ടും തിരുവനന്തപുരത്ത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ 335 ഏക്കർ സ്ഥലം കൊടുക്കുകയാണ്, അത് 60 വർഷത്തേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് സർക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന കമ്പനിയിൽ സർക്കാരിന് 1% പോലും ഷെയറും ഇല്ല. ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സർക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു? കാരണം ഇവിടെ സാധാരണ ഒരു പെട്ടിക്കട നടത്തുന്നവന് 50 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ 100 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ 50 രൂപ മുടക്കുന്നവന് 50% ഷെയറും, ബാലൊരു സംഭവം കൊടുക്കുന്നതിന് 50% ഷെയറും കൊടുക്കുന്ന രാജ്യത്ത് ലോകത്ത് ഒരു 100%, 61% എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം പണം കൊടുക്കുന്ന സർക്കാരിന് 1% ഷെയർ പോലും ഇല്ലാതെ അത് സർക്കാർ ആർക്ക് കൊടുക്കുകയാണ്? അദാനി കമ്പനിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അദാനി കമ്പനിയോട് പറയുകയാണ് ഇതിന് മുഴുവൻ ലാഭം നിങ്ങൾ എടുത്തോളൂ. അത് മാത്രമാണോ? ഈ 335 ഏക്കറിൽ ഭൂരിഭാഗം സ്ഥലം വെച്ച് ലോൺ എടുക്കാനുള്ള അനുമതി ആർക്ക് കൊടുത്തിരിക്കുന്നു? അദാനിക്ക് കൊടുത്തിരിക്കുന്നു. അദാനിക്ക് വല്ല ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടോ? 995 കപ്പലുകളാണ് ഈ MNC, ഗൂഗിളിൽ നോക്കുമ്പോൾ കാണുന്നത് MNCക്ക് ഉള്ളത്. അത് 7 ലക്ഷം കണ്ടെയ്നറാണ്. 7 ലക്ഷം കണ്ടെയ്നർ ഹോൾഡ് ചെയ്യുന്ന ഒരു വലിയ കമ്പനി. അവരാണ് സൗത്ത് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ ട്രാൻസിറ്റ് നടത്തുന്നത്. 150 രാജ്യങ്ങളുമായിട്ടാണ്, ആഫ്രിക്കയിലെ എല്ലാ രാജ്യങ്ങളും അടക്കം 150 രാജ്യങ്ങളുമായിട്ടാണ് ഈ കപ്പൽ ചരക്ക് നീക്കം നടത്തുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കേരളത്തിലേക്ക് കണക്ടിവിറ്റി ഉള്ള ഒരു കപ്പൽ കമ്പനിക്ക് ഒരു സംസ്ഥാനത്തെ, ഒരു ചെറിയ സംസ്ഥാനം, നമ്മൾ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ സംസ്ഥാനമാണ്, ചെറിയ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പോർട്ട് 49% കൊടുക്കുകയാണ്. ഇനി ഇവർ തീരുമാനിക്കും. ആരാണ് തീരുമാനിക്കുക? അദാനിയും ഈ പറയുന്ന MSC കമ്പനിയും തമ്മിൽ തീരുമാനിക്കും എങ്ങനെയാണ് അവരുടെ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത്. വേറെ ഏതെങ്കിലും, കാരണം ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനീൻ്റെ കോമ്പറ്റീറ്റ് ചെയ്യാൻ അതിന് താഴെയുള്ള ഏത് കമ്പനിക്കാണ് കഴിയുക? വേറെ ഏതെങ്കിലും ഒരു കപ്പൽ ഇനി വിഴിഞ്ഞത്ത് അടുക്കുമോ? ഇനി ഏതെങ്കിലും ഇവർ പറയുന്ന റൈറ്റിനല്ലാതെ ഒരു കണ്ടെയ്നർ വിഴിഞ്ഞത്ത് വരുമോ? ഇപ്പം നമ്മൾക്ക് തോന്നുകയാണ് ദുബായിൽ നിന്നും ഒരു കണ്ടെയ്നർ കേരളത്തിലേക്ക് അയക്കണം എന്ന് തോന്നിയാൽ MSC തീരുമാനിക്കും. അവർക്ക് വേറൊരു കോട്ട് പോലും എടുക്കാൻ ഒരു കമ്പനി ഉണ്ടാകത്തില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ വരുമാനം? സർക്കാരിന് എന്താ ഇതുകൊണ്ട് ഗുണം എന്നുള്ളതാണ്. ഇനി ഞാൻ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? ഇതിൽ നിന്ന് വരുന്ന സാധനങ്ങൾ എന്താണ് എന്നുള്ളത് ആര് തീരുമാനിക്കും? കപ്പൽ കൊണ്ടുവരുന്ന ആൾക്കാർ തീരുമാനിക്കും. അവരെയാണ് പോർട്ട്, അവരാണ് തീരുമാനിക്കുന്നത്. അവർ അതിൻ്റെ അകത്ത് മുഴുവൻ കാര്യങ്ങളും കൈകാര്യം ചെയ്യുകയാണ്. അപ്പോൾ 49% ഷെയർ വിറ്റപ്പോൾ കേരള സർക്കാർ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് സ്ക്രീനിങ് സംവിധാനമാണ് അവിടെ നടക്കുക? ഒരു സംവിധാനത്തിന് ഇപ്പം ഞാനും അരുൺ സാറും കൂടെ ഒന്നിച്ചിരുന്ന് വാർത്താ ചാനൽ ഒരു 50% ഷെയർ വിറ്റിട്ട് പോയാൽ
നാളെ രാവിലെ വേറെ ഒരാൾ വന്നിരുന്നാലോ ആലോചിച്ച് നോക്കി എന്തായാലും സംഭവിക്കുക എന്നുള്ളത്. അതുപോലെയല്ലേ സംഭവിക്കുന്നത്. കാരണം 50% ഷെയർ അല്ലെങ്കിൽ 49% ഷെയർ വിറ്റിട്ട് നമ്മുടെ സംസ്ഥാനം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് എങ്ങനെയാണ്? അത് അദാനി കമ്പനി പ്രസ് റിലീസിൽ കൂടി ഇറക്കുമ്പോൾ മാത്രമേ അറിയുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും വലിയ വിചിത്രവാദമായിട്ട് തോന്നുകയാണ്. അദാനി കമ്പനി പ്രസ് റിലീസ് ഇറക്കുമ്പോൾ മാത്രമേ ഇത്രയും വലിയ ഡീൽ നടത്തി എന്നുള്ളത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഇങ്ങനെ ഈ അദാനി അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കുമോ? ഇവിടെ ചെറിയ കമ്പനികൾക്കെതിരെ നമ്മൾ 1 കോടിയും 2 കോടിയും 5 കോടിയും ട്രാൻസാക്ഷൻ വലിയ കുംഭകോണം കൊള്ള എന്ന് പറയുന്ന സംസ്ഥാനത്ത് 13,000 കോടി രൂപയ്ക്ക് ഒരു സംവിധാനത്തെ മുഴുവൻ വിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനി ആകെ രണ്ടാമത്തെ സ്റ്റേജിൻ്റെ അകത്ത് 13,000 കോടിയാണ് അദാനി മുടക്കേണ്ടത്. ഞാൻ വിചാരിക്കുന്നത് ഒരു 50% ഒരു കമ്പനി ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള വരുമാനത്തിന് ഏത് ഇൻവെസ്റ്റ്മെൻറ്റും 50-50 ആയിരിക്കും. ആ 13,000 7,500 അല്ലെങ്കിൽ അതിൽ 6,500 കോടി മാത്രമാണ് ഈ പറയുന്ന അദാനിനെ മുടക്കേണ്ട കാര്യം ഉണ്ടാവുള്ളൂ. എന്നാലും അദാനിക്ക് 3,000 കോടി രൂപ ലാഭമാണ്. 50% കയ്യിലിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി ഏത് രീതിയിൽ അതിനെ കൊണ്ടുപോകുന്നതെന്ന്. അപ്പം അത് ഞാൻ മൊത്തത്തിൽ നോക്കുമ്പോൾ എന്തോ ഒരു വശപ്പിശക് ഈ സംവിധാനത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രി പോർട്ട് വകുപ്പ് ഏറ്റെടുക്കുന്നത്. അപ്പം അതിനെ പറയുന്ന സംവിധാനങ്ങളൊക്കെ വലുതാണ്. എന്തായിരിക്കും ഈ ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ വരുന്ന സമയത്ത് ഈ പോർട്ട് വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു അലിഗേഷൻ ഉയർന്നു വരാൻ കാരണം എന്തായിരിക്കും? എങ്ങനെയാണെങ്കിലും വേറെ മുഖ്യമന്ത്രിയുടെ കയ്യിലല്ലാതെ വേറെ എത്ര വകുപ്പുകൾ കയ്യിലുണ്ട്? ഏതെങ്കിലും ഒരെണ്ണത്തിൽ അലിഗേഷൻ വന്നോ? എന്തുകൊണ്ടാണ് ഇതിന് വന്നിട്ടുണ്ടാവുക? മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപേ എങ്ങനെയായിരിക്കും അലിഗേഷൻ വന്നിട്ടുണ്ടാവുക? അപ്പോൾ ഇത് എവിടെയോ ഈ അന്തരീക്ഷത്തിൽ ഈ സാധനം പാറി നടക്കുന്നുണ്ടല്ലോ. ഈ അദാനിയുമായി എന്തോ ഒരു ഡീല് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അന്തരീക്ഷത്തിൽ എവിടെയോ പാറി നടക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രി ആകുന്നതിന് മുന്നേ അതിനൊരു അലിഗേഷൻ വരുന്നു, മുഖ്യമന്ത്രി ആയതിനു ശേഷം അലിഗേഷൻ വരുന്നു? എന്താണോ വിചാരിച്ചത് പോർട്ട് മുഖ്യമന്ത്രി കൈവശം വെക്കുമെന്ന് പറയുന്നു, മുഖ്യമന്ത്രി അതുപോലെ തന്നെ കൈവശം വെക്കുന്നു. പോർട്ടിൻ്റെ MD മാറുന്നു, ഉദ്യോഗസ്ഥന്മാർ മാറുന്നു, അതിന് സംവിധാനത്തിലേക്ക് 500 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. ഇതൊക്കെ നമ്മൾ വളരെ നിഷ്കളങ്കതയോടുകൂടി നോക്കിയാൽ ഒന്നും ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതായത് അദാനി മംഗലാപുരത്ത് പോകുന്നത് VD സതീശൻ മംഗലാപുരത്ത് പോകുന്നു, പ്രൈവറ്റ് ജെറ്റിൽ ഞാൻ പറയുന്നത് പ്രൈവറ്റ് ജെറ്റിൽ പോകുന്നു. കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാവ് ഒരു പ്രൈവറ്റ് ജെറ്റിൽ ഒരു 10-20 ലക്ഷം രൂപ മുടക്കി ഒരു ട്രാവലിന് മുടക്കുള്ള ഒരു പ്രൈവറ്റ് ജെറ്റിൽ കേരളത്തിൽ ഇന്നേ വരെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? ഇത് ആരുടെ പൈസയാണെന്നാണ് മറുപടി ഇല്ലല്ലോ. നമുക്ക് ഇപ്പോഴത്തെ ഒരു സംവിധാനം എന്താണെന്നറിയോ? ഇപ്പോഴത്തെ കേരള സംവിധാനം പ്രതിപക്ഷം ഞാൻ പറയുന്നു അമ്പേ പരാജയമാണ്. ഒരു വാക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. രാവിലെ മുഖ്യമന്ത്രി വന്ന് പറയുകയാണ് ഇങ്ങനെ ഷെയർ നടത്തുന്നതായിട്ട് സർക്കാരിന് അറിയില്ല. അപ്പോൾ അതിനുശേഷം ഉച്ച കഴിഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവ് പറയാണ് അത് രാവിലെ ക്ലാരിറ്റി വന്നല്ലോ. ഇങ്ങനെയുണ്ടോ ഒരു സംവിധാനം? മാത്രമല്ല ദേശാഭിമാനിക്കകത്ത് സർക്കാരിന്റെ LDF സർക്കാരിന്റെ ഞാനിപ്പോൾ അതാണ് ദേശാഭിമാനി വിഴിഞ്ഞം കമ്പനി അത് അദാനി കമ്പനി കൊടുക്കുന്ന പ്രസ് മീറ്റ് അങ്ങനെ അടിച്ചിറക്കുകയാണ്. അദാനി ഇന്നലെ ഞങ്ങൾ 49% കമ്പനി MNC കമ്പനിക്ക് വിറ്റു എന്ന് പറയുന്ന പ്രസ് റിലീസ് ഇല്ലേ, അത് അതേപടി അത് നേരെ എടുത്ത് ദേശാഭിമാനി കൊടുക്കുകയാണ്. കൂടെ ഇവരുടെ കുറച്ച് കോൺട്രിബ്യൂഷനും എന്താണ് ഞങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ സാധനം വന്നതെന്നുള്ളൊരു കോൺട്രിബ്യൂഷനും കൂടെ വെച്ചിട്ട് ഈ സാധനം അടിച്ചിറക്കുകയാണ്. എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ സാറേ വയലേഷൻ നടത്തിയിട്ടുള്ളത് അദാനി പോർട്സ് ആണ്. അത് അറിഞ്ഞിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇനി അതിൽ ഒരു വാദമുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയപ്പോൾ വന്നൊരു വാദമാണ്. സെബിയെ അറിയിക്കും മുൻപ് സർക്കാരിനെ അറിയിക്കാൻ സാങ്കേതികമായി പറ്റില്ല. ഓഹരി സംബന്ധിച്ച് ആദ്യം സെബി അറിയണം. അല്ലാതെ അറിഞ്ഞാൽ ഇന്റേണൽ ട്രേഡിംഗ് നടക്കും. പിന്നീട് സെബിയുടെ അടുത്ത് കൊടുത്താൽ അവർ അതിന് അനുമതി കൊടുക്കില്ല എന്നൊരു സാങ്കേതികത്വം അതിൽ പറയുന്നുണ്ട്. ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നതിൽ സെക്കൻഡ് പാരയിൽ തന്നെ പറയുന്നു ദ ട്രാൻസാക്ഷൻ ഈസ് സബ്ജക്ട് ടു കസ്റ്റമറി അപ്രൂവൽ ഇൻക്ലൂഡിംഗ് റെഗുലേറ്ററി വൺസ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. സെബി അറിഞ്ഞാൽ ഇന്റേണൽ ട്രേഡിംഗ് നടക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സെബി അറിഞ്ഞില്ലെങ്കിൽ മീൻസ് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയാണെങ്കിൽ ഒരു തേർഡ് പാർട്ടി അറിയിക്കും. പക്ഷേ പ്രശ്നമൊന്നുമില്ല. ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങൾ എത്ര ഷെയർ വാങ്ങുന്നുള്ള പ്രയർ അപ്രൂവൽ വാങ്ങാതെ നിങ്ങൾക്ക് സെബി എങ്ങനെയാണ് ഈ ലിസ്റ്റ് ചെയ്യാൻ പറ്റുക? നമ്മുടെ ഈ എഗ്രിമെന്റ് പ്രകാരം ക്യാൻസൽ ചെയ്യാമല്ലോ. 100% ഷെയർ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് വിൽക്കാൻ തീരുമാനിക്കുന്നു. ഞാൻ സെബിയിൽ പോയിട്ട് എനിക്ക് 49% ലിസ്റ്റഡ് കമ്പനിയാണല്ലോ, ഞാൻ 49% ഷെയർ വിൽക്കാൻ തീരുമാനിക്കുന്നു. 40% ഷെയർ വിൽക്കുന്നു. വിറ്റതിന് ശേഷം ഇനി ഓണറോട് പോയി പറഞ്ഞാൽ മതിയോ ഞാൻ എൻ്റെ 49% ഷെയർ ഉണ്ട്, അത് ഞാൻ വിറ്റിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയോ? ലോജിക്കലി കറക്റ്റ് അല്ലല്ലോ. ഞാൻ ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ഈ പറയുന്ന ട്രാൻസാക്ഷൻ എല്ലാം വിടും. MNC കമ്പനിക്ക് എന്താണ് വിഴിഞ്ഞത്ത് റോള്? ഒറ്റ വാർത്ത പറഞ്ഞാൽ മതി. എങ്ങനെയാണ് 1006 കണ്ടെയ്നർ വന്നതിൽ 1000-ലധികം കണ്ടെയ്നർ ഒരു കമ്പനിയുടെ മാത്രം വിഴിഞ്ഞത്ത് വന്നത്? എന്തുകൊണ്ട് വേറെ കമ്പനികൾ വന്നില്ല? എത്ര കാലമായിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് സർക്കാരും അദാനിക്കും അറിയുന്ന കാര്യം. അല്ല മേഡം, നമ്മൾക്ക് ഇതിനകത്ത്
കാരണം സാധാരണ ജനങ്ങളാണല്ലോ, കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളാണല്ലോ, മാധ്യമപ്രവർത്തകർ, ഇവർക്കൊന്നും ഇത് അറിയത്തില്ലല്ലോ. എങ്ങനെ ഇത് നടക്കുന്നതാണ് ചോദിക്കുന്നത്. ഒരു കമ്പനിക്ക് മാത്രം എങ്ങനെ അങ്ങനെ ചെയ്യാൻ കഴിയുന്നു? അങ്ങനെ ചെയ്യാനാണോ വിഴിഞ്ഞത്ത് പോർട്ട് ഉണ്ടാക്കിയത്? അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്ന ആർക്കാ? സർക്കാരിനാണ്. മുൻപ് ഉള്ള സർക്കാരോ പിൻപുള്ള സർക്കാരൊന്നും അല്ല. എങ്ങനെ ഈ സംവിധാനം, ഇതിൽ നിന്ന് വരുമാനം? അപ്പം ഞാൻ എൻ്റെ ചോദ്യം എന്താ അറിയോ, നാളെ രാവിലെ 60 വർഷത്തേക്ക് ഇവർ നിശ്ചയിക്കുന്നതല്ലേ ഇനി പണം? ഇനി ഈ വിഴിഞ്ഞ ലാഭത്തിൽ പോകണോ നഷ്ടത്തിൽ പോകണോ എന്ന് തീരുമാനിക്കുന്ന ആരാ? ഈ കമ്പനികളാണ്. ഇതിൻ്റെ ലാഭവിഹിതം മാത്രമല്ലേ സർക്കാരിനുള്ളൂ? എനിക്കിതിൽ വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വിഴിഞ്ഞം തുറമുഖം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തുറമുഖം മാത്രം എന്നുള്ളതല്ല, തുറമുഖത്തോടനുബന്ധിച്ച് നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനം അടക്കം, അതായത് ഈ തിരുവനന്തപുരത്തിന്റെ മുഴുവൻ മുഖച്ഛായ മാറുന്നതിന് മാത്രമുള്ള വികസന പ്രവൃത്തികൾ കൂടി ഉണ്ടാകുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. റിംഗ് റോഡ് പോലും ആയില്ല. പറയട്ടെ, അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? മറ്റ് ഷിപ്പിംഗ് കമ്പനികൾ അങ്ങോട്ട് വരണമെങ്കിലും, മറ്റ് ഈ ഷിപ്മെന്റുകൾ ഉണ്ടാകണമെങ്കിലും, മറ്റു കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിലും ഇവിടെ ഈ അടിസ്ഥാന ഇനി എംബസി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടേതാണ് മുന്ദ്ര, അവരുടേതാണ് എന്നൂർ. ഈ സീ റൂട്ട് അവർക്ക് ഉപകാരപ്രദമാണ്. അതുകൊണ്ടാണ് നേരെ തിരിച്ചു പറയാം. എന്താണെന്നറിയോ, ഈ MSC അല്ലാതെ വേറെ കമ്പനി വേറെ ഒന്നും മാത്രമേ വരുന്നുള്ളെങ്കിൽ അവിടെ കൊണ്ടുവന്ന ഏതെങ്കിലും കണ്ടെയ്നറുകൾ ഏതെങ്കിലും പ്രൊഡക്റ്റുമായിട്ട് വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നോക്കൂ, അവിടെ നിന്ന് ഇപ്പൊ കൊച്ചിയിലേക്ക് കൊണ്ടുപോകാനോ ദുബായിലേക്ക് കൊണ്ടുപോകാനോ അവിടെ ഇറക്കി വെച്ച് അടുത്ത കപ്പലിൽ കയറ്റി വിടാം. ഇത് MSC കമ്പനിക്ക് എന്നുള്ള പോലെ മറ്റു കമ്പനികൾക്കും ചെയ്യാലോ. എന്താ മറ്റു കമ്പനികൾ വരാത്തത്? എന്താ MSC കമ്പനികൾ മാത്രമാണ് വരുന്നത്? ശരി, അങ്ങ് ചൂണ്ടിക്കാണിച്ച നേരത്തെ മര്യാദക്ക് റോഡിന്റെ പണി പോലും തീർത്തിട്ടില്ല. പിന്നെ മറ്റു കമ്പനികൾ പിന്നെ MSC 1006 കമ്പനികൾ അവിടെ ഈ കപ്പൽ കൊണ്ടുവന്നത് എന്തിനായിരിക്കും? അവർക്ക് ജോയിന്റ് വെഞ്ചേഴ്സ് ഉണ്ട്. അല്ല, അവിടെ നോക്കൂ, അവിടെ ഗുജറാത്തിൽ കൊണ്ടുപോയപ്പോഴേ എന്നൂരുണ്ട്. നോക്കൂ, അതാ ഞാൻ പറഞ്ഞത്. അവർക്ക് ആകെ ഉപകാരം സംഭവിച്ചിട്ടുള്ളത് ഇവർക്ക് മാത്രമാണ്, മറ്റാർക്കും ഇല്ലെന്നാ പറഞ്ഞത്. തർക്കിക്കാനല്ല പറഞ്ഞത്. എന്റെ സംശയം MSCക്ക് എന്നൂർ അവരുടേതാണ്, മുദ്ര അവരുടേതാണ്. നോക്കൂ, അത് കണ്ടെയ്നർ ഷിപ്പല്ല, കണ്ടെയ്നർ ടെർമിനലാണ് അവരുടേത്. സാങ്കേതികമായി വരുന്ന കപ്പലുകൾ അല്ലെങ്കിൽ ചരക്കിറക്കുന്ന കപ്പലുകൾ മറ്റു കമ്പനികളുടേതുമാണ്. സാങ്കേതികത്വം പറയുന്നതാണെങ്കിൽ രസമാണ്. കാരണം പബ്ലിക് ആദ്യം അറിയണമെന്നുള്ളതാണ് സെബിയുടെ നിയമം. പബ്ലിക് അറിയണം, അത് കഴിഞ്ഞിട്ട് സർക്കാർ അറിയേണ്ടതുള്ളൂ. അല്ലെങ്കിൽ സർക്കാർ ആദ്യം അറിഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനുള്ളവർക്ക് പണമിറക്കിക്കൊണ്ട് വലിയ ഷെയറുകൾ വാങ്ങിയിടാം. അല്ലല്ല, അവിടെ ആ ആർഗ്യുമെന്റ് അപകടം ചെയ്യും. കാര്യം ഇതിപ്പോ എന്നൂറിന്റെ മുദ്രയുടെ കാര്യത്തിൽ നടക്കും. പക്ഷെ ഇത് അതാണ് ഇവിടെ സർക്കാരിന്റെ പങ്കാളിത്തമുണ്ട്. സർക്കാർ ഈ അതോറിറ്റി ആരാണ്? പബ്ലിക് ആദ്യം അറിയണം. അല്ല സാർ, അതോറിറ്റി കേരള സർക്കാരാണ്. കാര്യത്തിൽ അങ്ങനെയല്ല. മുദ്രയുടെ കാര്യത്തിലോ എന്നൂറിന്റെ കാര്യത്തിലോ അത് പ്രൈവറ്റ് പോർട്ടാണ്. ഇത് പ്രൈവറ്റ് പോർട്ട് അല്ല, ഇതിന്റെ അതോറിറ്റി സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റ് അറിഞ്ഞിട്ടേ ബാക്കി എന്തും നടക്കാൻ പാടുള്ളൂ എന്നൊരു ക്ലോസ് എഴുതി വെച്ചിട്ട് സെബിയുടെ ചട്ടം ഇതാണ്, അതുകൊണ്ട് ഞങ്ങൾ അറിയിച്ചില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റും? MSC വന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങളോടൊക്കെ യോജിക്കുകയാണ്. MSC ഒരു ഒറ്റ ട്രാൻസാക്ഷന്റെ പേരിൽ അദാനി പോർട്ടിന്റെ ഷെയർ ഈ ചരിത്രത്തിൽ ഏറ്റവും ഉന്നതിയിലാണുള്ളത്. ചരിത്രത്തിൽ ഉണ്ടായതിലെ വെച്ച് ഏറ്റവും കൂടുതലാണ്. മൊത്തത്തിലുള്ള ലാഭത്തിൽ നിന്നല്ല, അദാനിക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് MSCക്ക് കൊടുക്കേണ്ടത്. അതാണ് അങ്ങനെയല്ലേ കമ്പനി. 2034 വരെ മൊത്തം ലാഭം അദാനിക്ക് മാത്രമാണ്. 2034 കഴിഞ്ഞാൽ 99%, 35 98%. 2060 വരെ ആ ലാഭം 1% മാത്രമാണ് കേരളത്തിന് കൊടുക്കുക. 1% മാത്രം അല്ലേ? ഓരോ വർഷവും അഡീഷൻ. ഈ ചുരുക്കത്തിൽ എന്താ, 2454 കോടി ഇട്ടു, 27,000 കോടി വാരി അദാനി. കേരള സർക്കാർ എത്ര ഇട്ടു? 6000 കോടി ഇട്ടു, 5 പൈസ കിട്ടിയിട്ടില്ല. മാത്രമല്ല, ഈ രണ്ടാം ഘട്ട വികസനം കഴിയുമ്പോൾ ഇപ്പോഴുള്ള 51% മൂല്യം ഇപ്പോഴുള്ളതിനേക്കാൾ വർദ്ധിക്കും. 2,15,000 2,15,000 കോടിയാ. അപ്പോ അങ്ങനെ വരുമ്പോ MSCയുടെ എത്രയായിരിക്കും? MSCയുടെ 40% 1 ലക്ഷം കോടിയിലേക്ക് കേരള സംസ്ഥാന സർക്കാർ എത്ര കിട്ടും? 0 വട്ടപൂജ്യം. 60 വർഷം കഴിയുമ്പോൾ ആധികാരികമായി ഓപ്പറേഷൻ തൂഫാന്റെ ഹെഡ് ഓഫീസ് അവിടേക്ക് മാറ്റുന്നത് നല്ലതായിരിക്കും. കാരണം അത്ര ആൾക്കാർ മതിയാവത്തില്ല.